പിതൃപുത്ര പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ഈ പുതിയ പഠനത്തിലേക്ക് സ്വാഗതം അരുളുന്നു. കഴിഞ്ഞ 3 സ്കൂളുകൾ വളരെ ശ്രേഷ്ഠമായ നിലയിൽ പൂർത്തിയാക്കാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും നാളെ ഓഫ്ലൈനിൽ നമുക്ക് കേൾക്കാൻ ഡയറക്റ്റ് വരാൻ കഴിയാത്ത ധാരാളം പേരുണ്ട്. പല രാജ്യങ്ങളിൽ ഉള്ളവരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അവർക്കും എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തന്നെ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ഒരുക്കത്തോടും കൂടെയാണ് ഈ പ്രാവശ്യം നമ്മുടെ ഈ സ്കൂളിൽ ഞാൻ വരുന്നത്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നിങ്ങൾക്കും ആ മിസ്റ്ററീസിനകത്തോട്ട് കയറി അതിന്റെ ഗ്രഹവിചാരകത്വം കൈകാര്യം ചെയ്യാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൃപയിൽ ശരണപ്പെടും. നമ്മുടെ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ടൈറ്റിൽ ദ മിസ്റ്ററീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. നമ്മുടെ കർത്താവിന്റെ തിരുവായിൽ നിന്ന് വന്ന ആ പദം തന്നെയാണ് പഠിപ്പാനായിട്ട് എടുത്തത്. ദ മിസ്റ്ററീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇനിയും പഠിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ the greatest purpose of God, മഹാദൈവത്തിന്റെ purpose, മനുഷ്യനെ സംബന്ധിച്ച ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റൻഷൻ. അതാണ് നമ്മൾ ബിയോണ്ട് എവറി റിലീജിയസ് ബൗണ്ടറി, മതത്തിന്റെ എല്ലാ ബൗണ്ടറിക്ക് അപ്പുറത്ത് നമ്മൾ പഠിക്കാനായി പോകും. നമ്മുടെ യാത്ര നിങ്ങൾക്ക് പരിചയമുണ്ട്. ദൈവത്തോട് ഒപ്പമുള്ള ജീവിതം, ആ മിസ്റ്റിക്കൽ ലൈഫ്. ദൈവവും ഞാനും ഒന്നാണ്. ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ ഒരു ക്ലാസ്സിന് ശേഷം മെഡിറ്റേഷനിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പറയേണ്ടത് എങ്ങനെയായിരിക്കണം? വാസ്തവത്തിൽ ഐ ആം ദാറ്റ് ഐ ആം. അത്യുന്നതൻ അവൻ തന്റെ നാമം വെളിപ്പെടുത്തിയതാ. ഞാനാകുന്നവൻ ഞാനാകും. ദാറ്റ്സ് എ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ വേർഡ്. അത് നിങ്ങളിൽ റിയലായി മാറട്ടെ. തുടരുക. ദൈവം നിങ്ങളൊപ്പമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ ഭൂമിയിലെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ആ റെവലേഷൻ നിങ്ങൾ മറന്നു പോകുന്നത്. അതിനുശേഷം നമുക്ക് ദൈവം തന്നത് ഗ്ലോറിയസ് ആയിട്ടുള്ള ആ ഗോസ്പൽ, എറ്റേണൽ ഗോസ്പൽ എന്ന സന്ദേശത്തെ ദൈവം നമുക്ക് തന്നു. അതിലൂടെ നേരെ ദൈവം നമ്മെ കൊണ്ടുപോയത് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സൺസ് ഓഫ് ഗോഡ്, ദൈവപുത്രന്മാരുടെ വെളിപ്പെടുത്തലുകൾ എന്ന വെളിപ്പാടുകളിലേക്ക് നമ്മൾ പോയി. ഇപ്പോൾ നമ്മൾ വി ആർ ഓൺ ദ വേ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം. ഇനി ഇതെടുത്തപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത, വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തിന്റെ ആദിയോടനം, ഫ്രം ദ കവർ ടു കവർ, ദൈവം നൽകിയിരിക്കുന്ന ഒരു ബ്ലെസ്സഡ് പ്രോഗ്രാമാണ് ദൈവത്തിന്റെ രാജ്യം. ഞാൻ ഇന്ന് അതിനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തരാൻ പോകുന്നത്. നമ്മള് 3-4 വിഭാഗങ്ങളായിട്ട് ഇതിനെ പഠിക്കും. അതിലെ 1, എന്താണ് ദൈവരാജ്യം എന്ന് നമ്മൾ പഠിക്കും. 2, രണ്ടാമത്തെ നമ്മുടെ പഠനത്തിൽ നേച്ചർ ഓഫ് ദ കിങ്ഡം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവ രാജ്യത്തിന്റെ സ്വഭാവ സവിശേഷത, നേച്ചർ. 3-ാമത്തെ നമ്മുടെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾസ്, ദൈവരാജ്യത്തിനകത്തെ തത്വങ്ങൾ എന്താണ്. 4-ാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ഓപ്പൺ ദ കിങ്ഡം, ഹൗ ടു ആക്ടിവേറ്റ് ദ കിങ്ഡം. അതായത് ദൈവരാജ്യത്തിന്റെ താക്കോൽ യേശു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറെ സെഗ്മെന്റുകളായിട്ട് നമ്മൾ പഠനങ്ങളെ കൊണ്ടുപോകാൻ പോകും. നിങ്ങൾ നിശ്ചയമായിട്ടും
വളരെ സീരിയസ് ആയി, ദൈവവചനത്തിൽ വളരെ സീരിയസ് ആയി ഈ തിരുവെഴുത്തുകൾ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്തില് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ ഏറ്റവും കൂടുതൽ യേശുക്രിസ്തു ഉപയോഗിച്ചത്, പ്രസംഗിക്കുമ്പോൾ ഉപയോഗിച്ചത്, സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം. നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാകണ്ട, ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ടാണ് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് രണ്ടുമല്ല, രണ്ടല്ലത്, രണ്ടും ഒന്ന് തന്നെയാണ്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നതും ദൈവരാജ്യം എന്ന് പറയുന്നിരിക്കുന്നതും ഒരു കാര്യം തന്നെ. യേശുക്രിസ്തുവിന്റെ നാവിലൂടെ വന്ന ഏറ്റവും വലിയ മെസ്സേജ് ദൈവരാജ്യം. യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ സ്നാപകന്റെ വായിൽ വന്ന ആദ്യത്തെ മെസ്സേജ്, അദ്ദേഹം പ്രസംഗിച്ച മെസ്സേജ്, ദൈവത്തിന്റെ രാജ്യം സമീപിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ചില വേർഡുകൾ തത്വത്തിൽ ഇച്ചിരി കോൺട്രോവേഴ്സ്യലാണ്. ജീസസ് ഒരിക്കലും, എല്ലാവരും കേൾക്കണം, ജീസസ് ഒരിക്കൽ പോലും തന്നെ കുറിച്ച് ലോകത്തോട് പ്രസംഗിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോയി എന്നെ പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരെ അയച്ചത് ദൈവരാജ്യം പ്രസംഗിപ്പിൻ. അപ്പോസ്തലന്മാര് 12 പേരെ അയക്കുമ്പോഴും ശേഷം 70 പേരെ അയക്കുമ്പോഴും യേശു ക്രിസ്തു പറഞ്ഞത് ദൈവരാജ്യം പ്രസംഗിക്കണം. കാരണം നമ്മള് മതങ്ങളും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം പഠിക്കും. റിലീജിയൻ, ക്രിസ്ത്യൻ റിലീജിയനകത്ത്, ക്രിസ്തീയ മതത്തിനകത്ത് we are always focusing on a person. Actually, വിശുദ്ധ തിരുവെഴുത്തിലെ യേശുക്രിസ്തുവിന്റെ സന്ദേശം, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്തോട്ട് വാ, അല്ലെങ്കിൽ ജനങ്ങളെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് അല്ല സുവിശേഷം. തെറ്റിദ്ധരിക്കരുത്. യേശുവിന്റെ അടുക്കിലേക്ക് ജനത്തെ കൊണ്ടുവരുന്നതല്ല സുവിശേഷം. ദൈവ രാജ്യത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുന്നതാണ് സുവിശേഷം. എന്തുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക അല്ല എന്ന് പറഞ്ഞാൽ, ഈ കാലം, അതായത് ഈ ക്രിസ്തുവിന്റെ കാലമാണ്. ഈ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഈ കാലത്ത് ലോകത്തിൽ ഒരാൾക്ക് പോലും ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കാനായി പറ്റില്ല. സകല മനുഷ്യരും ക്രിസ്തുവിനാലാണ് ജീവിക്കുന്നത്. നമ്മളത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. എല്ലാ ഹൃദയങ്ങളുടെ ഉള്ളിലും മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നു. അപ്പം ക്രിസ്തു അകത്ത് വസിക്കുന്നത് കൊണ്ട് ഈ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വേറെ ആളുകൾക്ക് പോകേണ്ട ആവശ്യമില്ല. They are entering into the kingdom of God. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ പൗലോസിന്റെ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞാൽ, അന്ധകാരത്തിൽ നിന്ന്, ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കും. So, transferring the people from the darkness to the kingdom of his sons. ഇരുള് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ഇഗ്നോറൻസ്. ഇഗ്നോറൻസിൽ നിന്ന്, കാരണം ഈ ലോകത്തില് 2 പ്രധാനപ്പെട്ട കാലമേ ഉള്ളൂ ബൈബിളിന്റെ ഭാഷയിൽ. 2 ഏജസ്. നമ്മളത് മുമ്പ് പല ഭാഗങ്ങളും ഒരുപക്ഷെ പലതും തൊട്ടുപോയിട്ടുണ്ടെങ്കിലും ഞാൻ വിശദമായ ചില പഠനങ്ങളിലേക്ക് നമുക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പോകേണ്ടതുകൊണ്ട്
ചിലപ്പോൾ ആ വാക്കുകളും പഠനങ്ങളും നമ്മൾ വീണ്ടും ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു പോകേണ്ടതായിട്ട് വരും. ഇവിടെ യേശുക്രിസ്തുവിന്റെ കാലം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എസ്കറ്റോളജി പഠിച്ചു. വി ബിലീവ് ഇൻ 100% ഫുൾഫിൽഡ് എസ്കറ്റോളജി. ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയത് അത് മാത്രമാണ്. അതിനെ കവനന്റ് എസ്കറ്റോളജി എന്ന് പറയുന്നുണ്ട്. കവനന്റ് എസ്കറ്റോളജി എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ അന്ത്യകാല ശാസ്ത്രം. വിശുദ്ധ ബൈബിളിന്റെ ഭാഷയിൽ വിശ്വസനീയമായ ഒരു പഠനമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു, ഭാവി കാലത്ത് നടക്കാൻ പോകുന്നു എന്ന് പറയുന്നതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന് തിരുവെഴുത്തുകളുടെ അടിത്തറയിൽ നമുക്ക് പഠിക്കാൻ പറ്റി ഒരു പരിധി വരെ. പോട്ടെ, ഒരു 75% വിട്ട് 25% എങ്കിലും അറിയാൻ നമുക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ കാലം അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് പോകാം. ഞാനൊരു ജനറൽ ഐഡിയ മാത്രം ഇന്ന് തരുന്നു. എന്നിട്ട് നമ്മൾ ഓരോ വിഷയത്തിന്റെ ഡീപ്പിലേക്ക് പിന്നെ ഇതൊക്കെ പതിയെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയും. ഞാൻ യഹൂദന്മാരായ ജനസമൂഹത്തോട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ 1-2 പദങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് വായിക്കും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന്റെ നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ഇത് നമ്മുടെ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്ന വാക്ക്, നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക്. പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം ചെയ്താൽ, പാപം പറഞ്ഞാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അവനോട് ക്ഷമിക്കുകയില്ല. അപ്പൊ എത്ര ലോകമുണ്ട്? യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത്. കുറച്ച് ആ കാര്യത്തിലേക്കൊന്ന് പോയിട്ട് വേണം നമുക്ക് ദൈവരാജ്യത്തിലേക്കൊന്ന് പോകാം. ഈ യേശു ജീവിച്ചിരുന്ന കാലത്തെ കുറിച്ച് ഈ ലോകത്തിലും, ഈ ലോകം എന്ന് പറയുമ്പോൾ ഉടനെ ഈ കാലം എന്നാണ് അർത്ഥം, മനസ്സിലായി? ഈ കാലത്തിലും വരുവാനുള്ള കാലത്തിലും. ഇത് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തതല്ല, നമ്മുടെ കർത്താവായ യേശുനാഥൻ പറഞ്ഞതായ വാക്കാണ്. അപ്പൊ ഈ കാലം, വരുവാനുള്ള കാലം. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇതിന് തത്തുല്യമായിട്ട് മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു വാക്യമുണ്ട്. അത് 30-ാം വാക്യം, 10:30. മർക്കോസ് 10:30. ഈ ലോകത്തിൽ അതിന് 29, അതിന് യേശു എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും, ശ്രദ്ധിക്കണം, വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവനാരുമില്ല. ബ്യൂട്ടിഫുൾ ആണ്. ശിഷ്യന്മാരോട്, അവനെ അനുഗമിക്കുന്ന ആളുകളോട് പറയുകയാണ്, ഈ ലോകത്തിൽ എന്റെ നാമനിമിത്തം, സുവിശേഷ നിമിത്തം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ലോകത്ത് ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് നിങ്ങൾക്ക് തരും. എന്നിട്ട് പറഞ്ഞു, വരുവാനുള്ള ലോകത്ത് നിത്യജീവൻ. ഈ വാക്യം നമ്മുടെ ആളുകളിൽ പൊതുവായിട്ട് പഠിപ്പിക്കുന്നത്, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ, നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയിൽ, ഈ കാലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഈ കാണുന്ന കാലത്ത് കർത്താവിന്റെ നാമനിമിത്തം സുവിശേഷ നിമിത്തം എന്ത് നഷ്ടപ്പെടുത്തിയാലും 100 മടങ്ങ് ഇവിടെ കിട്ടും.
100 മടങ്ങായി തരുമവൻ നിന്നുടെ മടിയിൽ നിറയെ നിറയെ. യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം, വാരി വിതയ്ക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ വെച്ചത് കിട്ടും, 100 മടങ്ങ് കിട്ടും. എന്നിട്ട് പറയുന്നു ഈ ലോകത്തിൽ അത് കിട്ടും. വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും. അടിവരയിടണം. അപ്പൊ വരുവാനുള്ള ലോകത്തിൽ ദൈവം കൊടുത്തിരിക്കുന്നത് നിത്യജീവൻ, എറ്റേണൽ ലൈഫ്. അപ്പം എറ്റേണൽ ലൈഫ് യേശുക്രിസ്തു ആ ലോകത്തിൽ അല്ലെങ്കിൽ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് ഓഫർ ചെയ്തത് അല്ല. മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞു വരുന്നത്? അതായത് യേശുക്രിസ്തു ഈ കാലം, ഞാൻ പറഞ്ഞു ഈ കാലം വരുവാനുള്ള 2 കാലമാണ്. അപ്പം യേശു ജീവിച്ചിരുന്ന കാലത്ത് യഹൂദന്മാർക്ക്, തന്റെ ശിഷ്യന്മാർക്ക്, തന്റെ ജനത്തിന് ഓഫർ ചെയ്തത് വീട്, നിലങ്ങൾ, സഹോദരങ്ങൾ, മക്കൾ, അപ്പൻ, അമ്മ, എന്ത് നഷ്ടപ്പെട്ടോ അത് 100 മടങ്ങ് നിങ്ങൾക്ക് തരും. എന്നിട്ട് അവരോട് തന്നെ പറയുന്നു വരുവാനുള്ള ലോകത്ത് കൊടുക്കുന്ന ഓഫർ നോക്കിക്കേ, എറ്റേണൽ ലൈഫ്. നമുക്കിങ്ങനെ വേണേ പറയാം, ഹയർ കൈൻഡ് ഓഫ് ലൈഫ്. ഓ മൈ ഗുഡ്നസ്, ഹയർ കൈൻഡ് ഓഫ് ലൈഫ്. ആടും മാടും മക്കളും സഹോദരനും സഹോദരിയും നിലങ്ങളും ഒക്കെ ഉള്ള ഒരു ജീവിതത്തെ കുറിച്ചല്ല, അതില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, അതൊരു ലൈഫെങ്കിൽ ഐ എം ഗോയിങ് ടു ഗിവ് യു എ ഹയർ കൈൻഡ് ഓഫ് ലൈഫ്, ദാറ്റ് ഈസ് സോയെ ലൈഫ്. സോ you know what Jesus is talking, എന്താ യേശു സംസാരിക്കുന്നത്? വരുവാനുള്ള ലോകം. അപ്പൊ ഞാൻ ദൈവരാജ്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദൈവ മനുഷ്യരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ബ്രദർ എന്തുകൊണ്ട് ഈ ദൈവരാജ്യത്തിന്റെ മെസ്സേജ് ആളുകൾക്ക് പ്രസംഗിക്കുന്നില്ല? അപ്പൊ ഞാൻ അവരോട് കൊടുത്ത മറുപടി, ഇത് പ്രസംഗിക്കുവാൻ നമുക്കൊരു ഫ്രെയിം വേണം, നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. നമുക്കൊരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ, നമുക്കതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ we cannot. നമുക്ക് ആ ഇൻഫ്രാസ്ട്രക്ചറിൽ മാത്രമേ ഈ രാജ്യത്തെ പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ പറ്റി വലിയൊരു എററാ, ഭയങ്കര എറർ, ഭയാനകമായ ഒരു എറർ. വേദന കൊണ്ട് പറയാം, സങ്കടം കൊണ്ട് പറയാം. ഒരു ദൈവ വേലക്കാരനായാണ് എനിക്ക് സങ്കടത്തോട് ഞാൻ പറയാം, ക്രിസ്തീയ സഭയ്ക്ക് പറ്റിയൊരു എറർ. ദൈവം ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന, സ്ഥാപിക്കാൻ തന്നിരിക്കുന്ന അവകാശം മരിച്ചതിന് ശേഷം നമ്മൾ പോയി വാങ്ങിക്കുന്നു എന്ന് നമ്മെ പഠിപ്പിച്ചതാണ് ഏറ്റവും വലിയ ചതി. തോട്ടത്തിൽ വെച്ച് പാമ്പ് ഹവ്വായെ ചതിച്ചതിനേക്കാൾ അതിദാരുണമായ നിലയിലെ ഏറ്റവും വലിയ ചതി നമ്മൾ മരിച്ച ശേഷമാണ് ഇത് കൈവശപ്പെടുത്താൻ പോകുന്നത് എന്നതാണ്. പക്ഷേ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ പ്രിയരെ, അങ്ങനെ അല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ശാന്തമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ധരിച്ചു, പക്ഷെ വരുവാനുള്ള ലോകത്ത്. അപ്പോൾ എത്ര ലോകത്തെ കുറിച്ച്? 2 പ്രധാന കാലം, ഈ കാലം വരുവാനുള്ള. ഇത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വയ്ക്കണം. 2 കാലമേ ഉള്ളൂ. ഈ ഇപ്പോഴുള്ളതോ താൽക്കാലികം. നമ്മൾ പൗലോസ് ലേഖനത്തിൽ വായിക്കുന്ന പൗലോസിന്റെ ഭാഷയിൽ, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഇപ്പോഴുള്ളത് അഴിഞ്ഞു പോകുന്നത്, വരുവാനുള്ളത് നിലനിൽക്കുന്നത്. സോ ഈ ടെർമിനോളജി പലയിടങ്ങളിൽ ആവർത്തിച്ചു വരുന്നുണ്ട്. സോ there are 2 ages, first age and this age and the age to come. കാരണം ഞാൻ ഇത് ഒരു ബേസ്മെന്റ് ആണ്, ഒരു ബേസ്മെന്റ് ആണ്. അപ്പൊ ഒന്നാമത്, ജ്യൂസ്, യഹൂദന്മാര് വിശ്വസിച്ചിരുന്നത് ഈ കാലമുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് വരുവാനുള്ള ഒരു കാലവുമുണ്ട്. അത് വരുവാനുള്ള കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ക്രിസ്തുവിന്റെ കാലം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവരാജ്യം. വേറൊരു വാക്കിൽ പറഞ്ഞാൽ പിതാവായ ദൈവം, മഹാദൈവം അദർശ്യനായി രാജാതിരാജാവായി
ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാലം. ഈ കാലത്തിന് അവസാനമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? അതായത് വരുവാനുള്ള കാലം എന്ന് യേശു പറയുന്ന ആ കാലം, വരുവാനുള്ള കാലം എന്ന് യേശു പറഞ്ഞത് നാം ഇന്ന് ഇരിക്കുന്ന കാലത്തെ കുറിച്ച്. അപ്പൊ ഈ കാലത്ത് നിത്യജീവന്റെ കാലമാണ്. The age of eternal life. You know what is the meaning of eternal life? നമുക്കറിയാം, പിതാവിനെ അറിയാം. കുറച്ചും കൂടെ മനസ്സിലാക്കിയാൽ Zoe life, Zoe life, ZOE, Zoe life. Zoe life is God kind of life. God kind of life. ഒരു ഏച്ചേട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവങ്ങളായി ജീവിക്കുക. മനുഷ്യ ദൈവങ്ങളായി ജീവിക്കുക. ഗോഡ് മാൻ. So because we have received the Zoe life, we will go in detail. Zoe life, higher kind of life. So Christ പറയാണ്, എന്നെ അനുഗമിച്ചാൽ ഇപ്പൊ അടി കിട്ടും. നമ്മളാൾ പഠിച്ചു ചെയ്യുന്നത് എന്താ? യേശു ക്രിസ്തു നിമിത്തം, സുവിശേഷ നിമിത്തം അടിയോ ഉപദ്രവമോ കഷ്ടമോ നഷ്ടമോ ഒക്കെ ഉണ്ടായാലും പ്രിയപ്പെട്ടവരെ ഭയപ്പെടണ്ട, വരുവാനുള്ള ലോകത്ത് നിത്യജീവൻ പ്രാപിക്കുമെന്ന് നമ്മൾ പഠിച്ച് അങ്ങനെ ചിന്തിക്കുക എന്ന് പറയാം. നമ്മുടെ വരുവാനുള്ള ലോകം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പ്രത്യക്ഷനായിട്ട് ഇനിയും ജഡത്തിൽ വെളിപ്പെട്ടിട്ട്, എൻ്റെ പ്രിയ സഹോദരന്മാരെ, യേശു ക്രിസ്തു ഒരിക്കൽ പോലും ജഡത്തിൽ ഇനി വെളിപ്പെടില്ല. യേശു ക്രിസ്തു ഒരിക്കൽ പോലും അവൻ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ തിരിച്ചു വരില്ല. കാരണം യേശു ക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നത് ആ ശരീരത്തോടു കൂടെയല്ല. യേശു ക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നത് തേജസ്കരിക്കപ്പെട്ടവനായിട്ടാണ്, ഗ്ലോറിഫൈഡ് ആയിട്ടാണ്. അല്ലാതെ നമ്മളെ പോലെ അസ്ഥിയും മാംസവും ഉള്ള ഒരാളായിട്ടല്ല സ്വർഗത്തിൽ. അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നത് അങ്ങനെയാണ്. അവന്റെ സ്വർഗാരോഹണത്തിനും അവന്റെ ഉയർപ്പിനും ഇടയിൽ ഒരു ഗ്ലോറിഫിക്കേഷൻ നടന്നിട്ടുണ്ട്, ഒരു ക്വിക്കണിങ് നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്, യേശു ക്രിസ്തു അവിടെ വെച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, എന്നെ തുടരുത്. ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക്, മറിയ യേശുവിന്റെ അടുക്കിലേക്ക് തൊടുവാൻ വരുന്നു. കുരിശ് കല്ലറയുന്നവൻ യേശു കല്ലറിന് പുറത്തു വരുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കണം. കണ്ട് ഇതുപോലെ അതുകൊണ്ടാണ് കല്ലറ തുറന്നത്. ലിസൺ, യേശു ക്രിസ്തു പുറത്തു വന്നത് ഗ്ലോറിഫൈഡ് ശരീരത്തോടുകൂടെ അല്ല. യേശു ക്രിസ്തു പുറത്തു വന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ അല്ല. യേശു ക്രിസ്തു പുറത്തു വന്നത്, ആമേൻ, യേശു ക്രിസ്തു പുറത്തു വന്നത് അരമത്തിക്കാരനായ ജോസഫും നിക്കോഡിമോസും കൂടെ ഏത് ശരീരമാണോ ശീല കൊണ്ട് ചുറ്റിയത് അതേ ശരീരം, സെയിം ബോഡി. പക്ഷെ ആ ശരീരത്തിൽ ചുറ്റിയ തുണി അവിടെ കിടക്കുന്നത് കൊണ്ട് അവൻ നഗ്നനായിട്ടല്ല പുറത്തു വന്നത്. നിശ്ചയമായിട്ടും വേണം, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? യേശു കർത്താവ് സ്വർഗീയ ശരീരത്തിൽ, അസ്വർഗീയമായ ആ വാസസ്ഥലത്ത്, അതായത് എംബോഡിങ് ഓഫ് ഹെവൻ, അവൻ നീത ധരിച്ചവനായിട്ടാണ് താമസം എന്ന് പറഞ്ഞാൽ ഈ കമോൺ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? അതായത് കൂടാരമാകുന്ന നമ്മുടെ ഭൗമ ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സ്വർഗത്തിലുണ്ടായിരിക്കുന്ന ആ ഒരു ഗ്ലോറിയസ് എബോഡിങ് ഉണ്ട്. ആ ശരീരം, ആ വസ്ത്രം, അത് ഈ ഉയർത്ത ശരീരത്തിന്റെ മീത ധരിച്ചുകൊണ്ടാണ് യേശു കർത്താവ് ആ കല്ലറ വാതിക്കുന്നത്. അതുകൊണ്ടാണ് തലയും പാദങ്ങളും മൊത്തം വെള്ള ശുഭ്രവസ്ത്രധാരിയായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ യേശു നിൽക്കുന്നത് നോക്കണം. ഞാനത് വീണ്ടും, യേശു അവിടെ നിൽക്കുക. യേശു നിൽക്കുമ്പോൾ മറിയ വന്നിട്ട് തോട്ടക്കാരൻ എന്ന് വിചാരിച്ചത്. തോട്ടക്കാരൻ, എന്തുകൊണ്ട് തോട്ടക്കാരൻ പ്രഭാതത്തിൽ അങ്ങനെ വിചാരിക്കാൻ കാരണം? നല്ല മഞ്ഞുള്ള സമയത്ത് നല്ല പഞ്ഞിനൂലിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് തലയും മൂടി കൈയൊക്കെ മൂടി ഇങ്ങനെയാ നിൽക്കുന്നത്, അരക്കെട്ടി നിൽക്കുക. അത് ഹെവൻലി ബോഡിയിലാണ് യേശു കർത്താവ് നിൽക്കുന്നത്. കാരണം ആ ശരീരത്തിൽ, അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് അതിനകത്ത് മറിയയുടെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ് അരമത്തിക്കാരൻ ജോസഫിന്റെ കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്ത് മുറിവേറ്റ് രക്തം മുഴുവൻ വാർന്നു പോയ
അസ്ഥിയും മാംസവും മാത്രമുള്ള ഒരു ശരീരമുണ്ട്. ആ ശരീരം ഒരു സ്വർഗീയ വസ്ത്രത്തിനകത്താണ് ഇരിക്കുന്നത്. എന്നെ തുടർന്ന് ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല എന്നൊരു വാക്കും. ഞാൻ അനുമാനിക്കുന്നത് കുറച്ച് കഴിഞ്ഞു, ഒരു 8 ദിവസം കഴിഞ്ഞപ്പോ തോമസിന്റെ അടുക്ക വന്ന് പറയുന്നുണ്ട് എന്നെ തൊടാൻ പറയുന്നു. 8 ദിവസം കഴിയുമ്പോൾ. അതിനു മുമ്പ് തന്നെ അന്ന് അവരവിടുന്ന് പുറപ്പെട്ട് പ്രഭാതത്തിൽ സന്ധ്യയ്ക്ക് യഹൂദന്മാരെ ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുമ്പോൾ അകത്ത് പ്രവേശിച്ചു. അങ്ങനെയെങ്കിൽ കല്ലറയിൽ നിന്ന് പുറത്തു വന്ന യേശു ക്രിസ്തുവിന്റെ ശരീരം, ആമേൻ, ഈ അടഞ്ഞ മുറിക്കകത്തേക്ക് കടക്കുന്ന നിലയിൽ ഗ്ലോറിഫൈഡ് ആയി. എന്റെ സംഭവം ഇത്രയേ ഉള്ളൂ. ഹി വെന്റ് ടു ഫാദർ. അത് ഒരു രഹസ്യമായ യാത്രയായിരുന്നു. പിതാവിന്റെ അടുക്കലേക്ക് പോവുക എന്ന് പറഞ്ഞ ഉടനെ ഇവിടുന്ന് എന്നങ്ങ് പോവുക എന്നുള്ള അർത്ഥമാണോ എന്ന് എനിക്കറിയത്തില്ല. അതൊരു പൗരോഹിത്യത്തിൽ പുരോഹിതന്മാർ പറയുന്ന ഒരു വാക്യം. ഓക്കെ, എനിവേ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് വാസ് transformed. Now Jesus Christ is like God, is God. അകത്തോട്ട് പ്രവേശിച്ചത് മനുഷ്യപുത്രനാണെങ്കിൽ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടത് ദൈവമായിട്ടാണ്. ആ വാക്കൊന്നുകൂടെ പറയാം. യേശു സ്വർഗാരോഹണം ചെയ്തത് മനുഷ്യപുത്രനായിട്ടാണെങ്കിൽ യേശു വീണ്ടും പ്രത്യക്ഷനായത്, മനുഷ്യപുത്രൻ വീണ്ടും പ്രത്യക്ഷനായത് മനുഷ്യനായിട്ടല്ല, അവൻ ദൈവമായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, മനുഷ്യപുത്രൻ പിതാവിന്റെ മഹത്വത്തിൽ, the Son of God as the Father, എങ്ങനെ പിതാവ് വന്നോ അതുപോലെ came back as a God, ദൈവമായിട്ടാണ് അവൻ പുറത്തു വന്നത്. സോ വി ആർ ഡോണ്ട് എക്സ്പെക്ട്. സോ നമ്മുടെ പ്രോബ്ലം, ഇവിടുത്തെ പ്രശ്നം, ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്ന വിഷയം നമ്മുടെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അക്ഷരികമായിട്ട് യേശു വന്ന് ഭരിക്കുന്നത്. ഇനി 1000 ആണ്ട് ഭരിക്കും എന്നൊക്കെയാണ്. 1000 ആണ്ട് യേശു വരും, ജെറുസലേം കേന്ദ്രമാക്കി ഭരിക്കും. യെരുശലേമിനകത്തവൻ അക്ഷരികമായ ഒരു സിംഹാസനത്തിലിരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് അവൻ ഇരുമ്പ് കമ്പി കൊണ്ട് ജാതികളെ ഭരിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി വാക്യങ്ങൾ ബൈബിളുണ്ട്. അപ്പൊ നമ്മൾ വി ആർ എക്സ്പെക്ടിങ് എ ഫിസിക്കൽ കിങ്, എ ഫിസിക്കൽ കിങ്ഡം. സോ ദ ബൈബിൾ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഫിസിക്കലി ദൈവം വന്ന് ഭൂമിയിൽ വന്ന് ഇറങ്ങി നിന്ന് ഭരിക്കും എന്ന് ഒരിടത്തും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം യേശു കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ആൻഡ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ കിങ്ഡം എന്ന വിഷയത്തിൽ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. എന്തുകൊണ്ട് യേശു ക്രിസ്തു ചെടികമായിട്ട് ഇനി ഭരിക്കത്തില്ല എന്ന് കൃത്യമായി ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പഠിക്കുന്ന വഴി നമ്മൾ പഠിക്കും. നമ്മൾ ഇന്ന് ഒരു അടിത്തറ ഇടേണ്ടത് 2 കാലമാണ്. ഒന്ന് ഈ കാലം, 2 വരുവാനുള്ള കാലം. അപ്പം ഈ കാലം എന്ന് പറയുമ്പോൾ അത് മോശയുടെയും പ്രവാചകന്മാരുടെയും കാലമാണ്, ന്യായപ്രമാണ കാലമാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന പ്രമാണമുള്ള കാലം, മരണത്തിന്റെ കാലം, പ്രമാണം, ന്യായപ്രമാണത്തിന്റെ കാലം, പരിച്ഛേദനയുടെ കാലം. ഈ കാലം. രണ്ടാമത്തെ എന്തോ വരുവാനുള്ള കാലം. ആരുടെ കാലം? അത് ക്രിസ്തുവിന്റെ കാലം. The age of Christ, the age of new covenant, the age to come is the age of the kingdom of God, the kingdom of God. ദൈവരാജ്യം അതിന്റെ പരിപൂർണതയിൽ വെളിപ്പെടുന്ന കാലം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ സത്യങ്ങൾ നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ അറിഞ്ഞത് ഭാഗ്യം. അറിയാതെ ഈ മണ്ണ് നീ വിട്ടിരുന്നെങ്കിൽ നിന്നെയും എന്നെയും പോലെ ഒരു വിഡി, ഒരു ഫൂൾ
ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകത്തില്ല. എന്ത് പർപ്പസിന് വേണ്ടിയാണോ ഈ ഭൂമിയിൽ വന്നത് അത് അറിയാതെ അത് ചത്തിട്ട് കിട്ടും എന്ന് പറഞ്ഞു പോയി ഇളിഫ്യരാകുന്ന കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ഉണ്ടാവും എന്ന കാര്യം മറക്കരുത്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഏജ് ടു കം. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ചില വാക്യങ്ങൾ വായിച്ചു പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകും. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. നാം പ്രസ്താവിക്കുന്ന ഇതിനകത്ത് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. താഴോട്ട് വായിക്കുമ്പോൾ രക്ഷപ്രാപിപ്പൻ, അതായത് നോക്കിയേ, കേട്ടവർ നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നതുമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും. സ്റ്റോക്കിംഗ് ടു ദ ജ്യൂസ്, യഹൂദരോട് സംസാരിക്കുകയാണ്. 5-ാമത്തെ വാക്യം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ല കീഴ്പ്പെടുത്തിയത്. അടിവരയിടണം. എബ്രായ ലേഖനം 2:5 അടിവരയിടണം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്ത്. നിങ്ങൾ ഇത് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ അപ്പോസ്തോലൻ നിൽക്കുന്ന കാലം ഒരു കാലത്താണ്. ആ കാലത്തിന് ശേഷം ഒരു ലോകം, ഒരു പുതിയ കാലം, ഒരു പുതിയ ലോകം വരാൻ പോകുന്നു എന്ന കൃത്യമായ ബോധ്യത്തോടാണ് ഇവർ എഴുതുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പൊ ഈ കാലഘട്ടം ആരുടെ കാലഘട്ടമാണ്? അതായത് പൗലോസ് എഴുതുന്ന കാലഘട്ടം, ഈ കാലഘട്ടം ദൂതന്മാരുടെ കാലഘട്ടം. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ പഠിപ്പിക്കാം. കാരണം ഈ ഏജ് ഓഫ് ദ ഏഞ്ചൽസ്, നിങ്ങൾ ബൈബിൾ പഴയ നിയമത്തിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. പഴയ നിയമത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട എല്ലായിടത്തും ദൈവത്തിന്റെ ദൂതൻ, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് വാസ് അപ്പിയർഡ് ദേർ. യഹോവയുടെ മുൾപ്പടർപ്പിൽ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഗിദയോന് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഇഫ്താഹിന് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. മനോഹായിക്ക് യഹോവയുടെ ദൂതൻ. എല്ലായിടത്തും പ്രത്യക്ഷത മൊത്തം ദൂതന്മാരുടേതായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം ദൂതന്മാരുടെ കാലഘട്ടമായിരുന്നു. ഏഞ്ചൽസ് വലിയ വാസ്റ്റ് സ്റ്റഡിയാണ്. വാഴ്ചകളും അധികാരങ്ങളും എന്നൊക്കെ പറയുന്നത് അതുമായി ബന്ധപ്പെടുത്തിയാണ്. ദ ഏജസ് ഓഫ് ദ ഏഞ്ചൽസ്. യഹോവയുടെ ദൂതനെ ഞാൻ നിങ്ങളുടെ മുമ്പേ അയക്കും, നിങ്ങൾ അവനോട് വിഘടിക്കരുതെന്ന് പറയുന്നു. ദൂതൻ, ദ ഏഞ്ചൽ ഓഫ് യഹോവേ, ഏഞ്ചൽ ഓഫ് ദ ലോർഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കാലഘട്ടമാണ് പഴയ നിയമം. ആ കാലഘട്ടം വണ്ടേഴ്സിന്റെ കാലഘട്ടം. വെറും ദൈവത്തിന്റെ ദൂതന്മാരുടെ ഡോമിനേഷൻ ഉണ്ടായിരുന്ന ന്യായപ്രമാണത്തിന്റെ കാലഘട്ടം. വായിച്ചാൽ വിശ്വസിക്കാൻ പോലും പറ്റുന്ന നിലയിൽ, വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ അതിശയകരമായിരുന്നു. എങ്കിൽ ദൈവത്തിന്റെ പുത്രൻ, അത്യുന്നതന്റെ പുത്രൻ വാഴുന്ന ഭൂമി എത്ര അത്ഭുതാപകമാകണം. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് നോക്കിയ, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അതിന്റെ അർത്ഥം ഞാൻ താഴോട്ടുള്ളത് ഇപ്പൊ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ കീഴ്പ്പെടുത്തിയത് പുത്രൻ, മനുഷ്യപുത്രന്മാർക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അപ്പം വരുവാനുള്ള ലോകം, ഭാവി ലോകം, ദ കമ്മിങ് ഏജസ്, ഇറ്റ് വാസ് സബ്ഡ്യൂഡ്. ആർക്കു വേണ്ടിയാണ് ഇതിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്? ഇറ്റ്സ് നോട്ട് ഫോർ ദ ഏഞ്ചൽസ് but for the sons of God. Hallelujah. അപ്പം രണ്ട് കാലഘട്ടങ്ങളാണ്. ഒന്ന് ഇപ്പോഴുള്ള കാലം, രണ്ട് വരുവാനുള്ളതായ കാലം. വരുവാനുള്ള കാലത്ത് മനുഷ്യപുത്രന്മാർക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയാം, ഈ കാലത്താണ് കീഴടങ്ങണം, കീഴടക്കണം. അപ്പൊ നമ്മൾ ചോദിക്കും, എന്തിനെയാ കീഴടക്കണം? നിങ്ങൾക്ക് ഒരയ്ക്ക പോലെ ഒരാളെ, ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. കാരണം
നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആള് പിറന്നതേ കീഴ്പ്പെടുത്താനാണ്. നിങ്ങളും പിറന്നത് കീഴ്പ്പെടുത്താൻ. അങ്ങനെയെങ്കിൽ തമ്മിൽ കീഴ്പ്പെടുത്തുന്ന നടപടിയില്ല. കാരണം ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അത് നിലനിൽക്കത്തില്ല. അപ്പൊ തന്നിൽ തന്നെ ഛിദ്രിക്കാതെ നിൽക്കണമെങ്കിൽ ഇത് ഞാൻ നിങ്ങളെ കീഴ്പ്പെടുത്തുന്നു, നിങ്ങൾ എന്നെ കീഴ്പ്പെടുത്തുന്നതല്ല. നിങ്ങളും ഞാനും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെ കീഴ്പ്പെടുത്തണം. അതിലേക്ക് നമ്മൾ പിന്നെ പോകുന്നു. ഹൗ ടു, എവിടെയാ ഡോമിനേറ്റ് ചെയ്യേണ്ടത്? ആ ഡോമിനേഷൻ അങ്ങോട്ട് പോയി ഒടുവിൽ ഒടുക്കത്തെ ശത്രു ആയ മരണം പോലും കീഴ്പ്പെടുത്തണം. നമ്മളതിന് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നുണ്ട്. മരണം കീഴ്പ്പെടും. ഇന്ന് മരണത്തിന് കീഴ്പ്പെടുന്നു, രോഗത്തിന് കീഴ്പ്പെടുന്നു, നിന്ദയ്ക്ക് കീഴ്പ്പെടുന്നു, പരിഹാസത്തിന് കീഴ്പ്പെടുന്നു, അപഹാസ്യത്തിന് കീഴ്പ്പെടുന്നു, മാനുഷിക അഭിപ്രായങ്ങൾക്ക് കീഴ്പ്പെടുന്നു, ലോകത്തിലെ മൊത്തം സാഹചര്യങ്ങൾക്കും കീഴ്പ്പെട്ട് നിങ്ങളൊരു വിക്ടിമായിട്ടല്ലേ ജീവിക്കുന്നത്. ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പ്രവചനമായിട്ട് പറയുന്നു, ഇത് തീരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആരുടെയൊക്കെയോ ഇരയായിട്ടല്ല തുടരാൻ പോകുന്നത്. നിങ്ങളൊരു ഡോമിനന്റ് ആയി തീരാൻ പോകുന്നു. യു ആർ ഗോയിങ് ടു ഡോമിനേറ്റ് ദ സർക്കംസ്റ്റാൻസസ്. യു ആർ ഗോയിങ് ടു ഡോമിനേറ്റ് എവറിത്തിങ്. വാഴാൻ പോകുക. അതിനായിട്ടാ പിറന്നു വീണത്. വാഴുവാനായി പിറന്നവരാണ് നാം. ലിസൺ ടു മീ. ഭാവി കാലത്തെ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. പിന്നെ ആർക്കാ? മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്താ? മനുഷ്യപുത്രനെ സന്ദർശിക്കണം എന്ന് മാത്രം. നീ അവനെ അല്പം മാത്രം താഴ്ത്തി, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ ആധിപതിയാക്കി. ഇതൊരു റെവലേഷൻ. അതായത് വരുവാനുള്ള കാലഘട്ടം ആധിപത്യത്തിന്റെ കാലഘട്ടം. മനുഷ്യപുത്രന്മാർ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും ഈ തേജസ്സും ബഹുമാനം എന്താണ്, ആധിപത്യം എന്താണെന്നൊക്കെ നമ്മൾ ഫിൽ സമയങ്ങളിൽ പറയേണ്ടിയുണ്ട്. കാരണം ഇതെല്ലാം നമ്മുടെ പഠനത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിൽ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോവുക. ഇത് ദൂതന്മാരെ അത് സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഇതൊക്കെ നല്ല നല്ല വാക്കുകളാണ്. വിൽ ഗോ there. സോ ഞാൻ പറഞ്ഞു വരുന്നത് the time, the age and the age to come. രണ്ട് കാലഘട്ടമാണ്. അപ്പൊ ഈ കാലഘട്ടം പൗലോസിന്റെ കാലഘട്ടം, യേശുവിന്റെ കാലഘട്ടം, അപ്പോസ്തലന്മാരുടെ കാലഘട്ടം, ആദിമസഭയുടെ കാലഘട്ടം. ആ കാലഘട്ടങ്ങളിൽ വാഴ്ച ആരംഭിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഒരു മെസ്സേജ് പ്രസംഗിക്കുന്നു. എന്താ മെസ്സേജ് പ്രസംഗിച്ചത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അറ്റ് ഹാൻഡ്. അതിന്റെ ഒറിജിനൽ ഞാൻ പറയാം എന്താണെന്ന്. അറ്റ് ഹാൻഡ് എന്ന വേർഡിന്റെ ഒറിജിനൽ അർത്ഥം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന വേർഡിന്റെ ഒറിജിനൽ അർത്ഥം, അതൊരു നമ്മുടെ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് കുഞ്ഞ് പ്രായം തികഞ്ഞു, അതായത് ടൈം ആയി. ആ ടൈം ആയി എന്ന് പറഞ്ഞാൽ പ്രസവകാലം, ഗൈനക്കോളജിക്കൽ ഒരു ടെർമിനോളജി. ഒരു കുഞ്ഞ് ജനിക്കാൻ പ്രായമായി. ആ ജനിക്കാനുള്ള കുഞ്ഞ് ആ പൊസിഷനിൽ, അതിന്റെ വരുവാനുള്ള പൊസിഷനിൽ വന്ന് നിൽക്കുക. ആ കുഞ്ഞ് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്ത ഏത് നിമിഷം വേണമെങ്കിലും ആ കുഞ്ഞ് പുറത്തു വരും. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതായത് വരാതിരിക്കത്തില്ല. അതായത് ഒരു കുഞ്ഞ് പ്രസവദ്വാരത്തിൽ വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഷുഡ് കം ഔട്ട്. അതിന്റെ ടൈമായി. അറ്റ് ഹാൻഡ് എന്ന വേർഡിന്റെ അർത്ഥം ദാണ്ടെ സമയമായി, എപ്പോ വേണമെങ്കിലും വരും. ഇറ്റ് ഈസ് അറ്റ് ഹാൻഡ്. അപ്പൊ ഇത് 2000 years ജീസസ് വാസ് പ്രൊക്ലെയിമിംഗ് ദാറ്റ് baptism. John the Baptist was proclaiming that the kingdom of God is at hand. നിങ്ങൾ ആലോചിച്ച് നോക്കിയ at hand എന്ന് 2000 years മുമ്പ് പറഞ്ഞു. അവര് അത് ഡെലിവർ ആകാനുള്ള ടൈം വന്നിരിക്കുക. എപ്പോ വേണമെങ്കിലും ഡെലിവർ ആകാം. നിനയാത്ത നാഴികയിൽ ഗർഭിണിക്ക് വേദന വരുന്നു, പ്രസവിക്കുന്നത് പോലെ ദൈവരാജ്യം ദാ വക്കത്ത് വന്നു നിൽക്കുന്നു, എക്സിറ്റിൽ വന്നു നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഡെലിവർ ആകാം, എപ്പോ വേണമെങ്കിലും പുറത്തു വരാം. അതാണ് ആ വേർഡിന്റെ അർത്ഥം. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ഡെലിവർ ആകാൻ പോവുക, കൈമാറാൻ പോവുക, ജനിപ്പിക്കാൻ പോവുക. ഓ കമോൺ പീപ്പിൾ. എനിക്ക് തോന്നുന്നു ലോകം കേട്ട ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് യേശു ജനിച്ചു എന്നുള്ളതല്ല. ഈ തെറ്റിദ്ധരിക്കല്ലേ? സകല ലോകത്തിൽ സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള
ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. അതെന്താണ്? നസ്രയനായ യേശു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം എങ്ങനെ സർവലോകത്തിനും ഒരു മഹാസന്തോഷമാകും? ആലോചിക്ക്. യേശുക്രിസ്തുവിന്റെ ജനനം സർവലോകത്തിനും എങ്ങനെ ഒരു സന്തോഷമായി മാറും? ഫലസ്തീനിൽ യഹൂദനായി യഹൂദ മാതാപിതാക്കൾക്ക് പിറന്ന് അവിടുത്തെ ന്യായപ്രമാണം പഠിച്ച് അവിടുത്തെ ആലയത്തിന്റെ സകല കാര്യങ്ങളും പഠിച്ച് അവിടുത്തെ ഒരുവനായി ജീവിച്ച് ആ നാട് വിട്ട് സമീപദേശത്തെങ്ങും പോകാതെ തന്റെ 33.5 വർഷം ഒരു കൊച്ചു സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടി താമസിച്ച മിശിഹാതമ്പുരാന് എങ്ങനെ സർവ്വലോകത്തിനുമുള്ള മഹാസന്തോഷം? നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത്, you know what we are preaching? We are preaching about the cross. We are preaching about the resurrection. We are preaching about the blood of Jesus. We are preaching about the suffering of Jesus. Do you think this is the message to the world? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ജീസസിന്റെ സഫറിംഗ് ആണോ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം? യേശുക്രിസ്തുവിന്റെ രക്തമാണോ ലോകത്തിന് കൊടുക്കുന്ന? തെറ്റിദ്ധരിക്കരുത്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഇത് ക്ലോസ്ഡ് ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ മരണമാണോ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ്? യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണോ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ്? എന്താണ് ഇവിടുത്തെ മെസ്സേജ്? കാൽവറി കുരിശിൽ സംഭവിച്ച ഭയാനകമായ ആ സംഭവം ലോകത്തോട് വിവരിച്ചാൽ ലോകത്തിന് എന്ത് തോന്നും? സഹതാപം തോന്നും. അയ്യോ, നല്ലൊരു മനുഷ്യനായിരുന്നു, ദുഷിച്ചവന്മാർ കൊന്നു കളഞ്ഞെന്ന് പറയും. ലോകത്തിന് സകല ജാതികൾക്കും മഹാസന്തോഷം കൊണ്ടുവരുന്ന സന്ദേശം യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളതല്ല പ്രിയരെ. ഇത് കേൾക്കുമ്പോൾ ഇത് വേണമെങ്കിൽ ഇത്രയും ഭാഗം മാത്രം മുറിച്ചെടുത്ത് നമുക്ക് വേണമെങ്കിൽ വലിയൊരു ഭയങ്കര വിപ്ലവം ഉണ്ടാക്കാം. അയ്യോ, ഭയങ്കര ദുരുപദേശം. ഇല്ല, ആ ശിശു തോളിൽ ചുമന്നുകൊണ്ടുവന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അതാണ് മാനവരാശിക്ക് മൊത്തമുള്ള സന്ദേശം, സന്തോഷത്തിന്റെ മെസ്സേജ്. എന്താ? ആധിപത്യം അവന്റെ തോളിൽ. ആധിപത്യം തോളിൽ ചുമന്നുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന പുത്രൻ തമ്പുരാൻ മാനവരാശിക്ക് കൊടുത്ത സന്ദേശം ഞാൻ ജനിച്ചു എന്നുള്ളതല്ല. നിങ്ങൾ ഏതൻ മുതൽ കാത്തിരുന്നത്, നിങ്ങളുടെ പൂർവ്വപിതാവായ ആദം മുതൽ നിങ്ങൾ കാത്തിരുന്നത്, അന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്, അന്ന് നിങ്ങൾക്ക് കൈമോശം വന്നത്, ഒരുത്തൻ ഒരു ശിശു തോളിൽ ചുമന്നു കൊണ്ടുവരുന്നു. ആ ശിശു ജനിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ശിശു ജനിക്കുക. ആ ശിശു എന്താ? ശിശു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. ആധിപത്യവുമായി, ഗവൺമെന്റുമായി, ദൈവരാജ്യവുമായി ഇറങ്ങി വന്ന യേശുക്രിസ്തു കൊണ്ടുവന്ന രാജ്യമാണ് ലോകത്തിന്റെ മഹാസന്തോഷം. ഞാൻ നിങ്ങളോട് ഉറക്കെ പറയാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം അസമാധാനം, അസന്തുഷ്ടത, അനിശ്ചിതാവസ്ഥ, ഇന്നും മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെയും മൂല കാരണം മതമാണ്. എല്ലാ മതങ്ങളാണ്. യേശു ക്രിസ്തുവിനെ ഒരു മതത്തിന്റെ നേതാവാക്കി പ്രതിഷ്ഠിച്ചു. ക്രിസ്തുവിനൊരു മതം കൂടെ ഉണ്ടാക്കി കൊടുത്തു. ക്രിസ്ത്യാനി മതം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യാനിയും ഇസ്ലാമും ഹിന്ദുവും ബുദ്ധനും കൺഫ്യൂഷ്യസും സകല മതങ്ങളും മാനവരാശിക്ക് പ്രോബ്ലം തന്നെയാണ്. എന്നിട്ട് അവരെല്ലാം പറയുന്നുണ്ട് മനുഷ്യന്റെ നന്മ ഉദ്ദേശിക്കുന്നു, മനുഷ്യന്റെ നന്മ അവരെല്ലാം ആഗ്രഹിക്കുന്നു. പക്ഷെ എന്തോ ദേ ആർ മിസ്സിംഗ്. ക്രിസ്തീയ മതത്തിന്റെ എന്താണ് മിസ്സിംഗ് ലിങ്ക്? ഹിന്ദു മതത്തിന്റെ മിസ്സിംഗ് ലിങ്ക് എന്താണ്? ഇസ്ലാമിന്റെ മതത്തിന്റെ മിസ്സിംഗ് ലിങ്ക് എന്താണ്? ബുദ്ധൻ അന്വേഷിക്കുന്നത് എന്താണ്? കൺഫ്യൂഷ്യസ് അന്വേഷിക്കുന്നത് എന്താണ്? ജൈന മതക്കാരൻ അന്വേഷിക്കുന്നത് എന്താണ്? വാട്ട് ദേ ആർ സീക്കിംഗ് ഫോർ. ഞാൻ ഒന്നുകൂടെ ഉറക്കെ പറയാം, ലോകത്തിലെ 850 കോടി ജനങ്ങളും അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് സ്വർഗമല്ല, അത് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന എന്തോ വലിയ സമ്പത്തല്ല. 8.5 billion people in the world, you know what they are seeking for? What they have lost. മനുഷ്യൻ അന്വേഷിക്കുന്നത് സ്വർഗമൊന്നുമല്ല, മനുഷ്യൻ അന്വേഷിക്കുന്നത് നഷ്ടപ്പെട്ടതാ. ഹല്ലേലൂയ. മനുഷ്യൻ
അന്വേഷിക്കുന്നത് തനിക്ക് നഷ്ടപ്പെട്ടു പോയതാ. അതിനെ കണ്ടുപിടിക്കാൻ ഒരു മതത്തിന് അറിയത്തില്ല. മതം അതിനെ കണ്ടുപിടിക്കാൻ അറിയാത്തതിന്റെ കാരണം മതത്തിന് അറിയത്തില്ല മനുഷ്യൻ എന്താണ് നഷ്ടപ്പെട്ടത്. മനുഷ്യന് നഷ്ടപ്പെട്ടത് സ്വർഗമല്ല, മനുഷ്യന് നഷ്ടപ്പെട്ടത് സ്വർഗത്തിലെ വാസമല്ല, മനുഷ്യന് നഷ്ടപ്പെട്ടത് ഭൂമിയിലെ വാഴ്ചയാണ്. You know what is suffering? Suffering എന്ന് പറയുന്നത് നീ എന്തിനാലോ ഡോമിനേറ്റഡ് ആകുന്നു, എന്തോ നിന്നെ വാഴുന്നു, അതാ നിന്റെ സഫറിങ്. എന്താ കഷ്ടത, എന്താ കണ്ണുനീർ, എന്താ ദുഃഖം, എന്തോ നിന്നെ വാഴുന്നു. പണമില്ലാത്തതാണോ, നല്ല കുടുംബമില്ലാത്തതാണോ, വിദ്യാഭ്യാസം ഇല്ലാത്തതാണോ, എന്താണ് മനുഷ്യന്റെ പ്രോബ്ലം? എന്തുകൊണ്ടും മനുഷ്യന് വേദന വരുന്നു? മനുഷ്യനെ സാഹചര്യം വാഴുന്നു, സർക്കംസ്റ്റാൻസസ് വാഴുന്നു. റിലീജിയൻസ് ആർ വെയിറ്റിംഗ് ഫോർ. റിലീജിയൻ എപ്പോഴും എന്തിനാ? റിലീജിയൻ ഒരിക്കൽ പോലും ഒരു പെർഫെക്റ്റ് ഹോപ്പ് മനുഷ്യൻ കൊടുക്കാനില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ കൊച്ചു ഗ്രൂപ്പിലിരുന്ന് കുറച്ചാളുകളോട് വളരെ പരിമിതമായി 800 കോടി ജനങ്ങളുടെ നടുവിൽ ഏറ്റവും പുറകിലിരുന്നോണ്ട് നമ്മൾ ഏറ്റവും ബാക്ക് ബെഞ്ചിലിരിക്കാം. ഏറ്റവും ബാക്ക് ബെഞ്ചിലിരുന്നോണ്ട് നമ്മൾ ഈ പറയുന്ന വർത്തമാനം ഉണ്ടല്ലോ, ഇത് 850 കോടി ജനം അന്വേഷിക്കുന്ന കാര്യമാണ്. They are seeking for the kingdom. മനുഷ്യന് നഷ്ടപ്പെട്ടത് സ്വർഗമല്ലതുകൊണ്ട്, മനുഷ്യന് നഷ്ടപ്പെട്ടത് സ്വർഗമല്ലാത്തത് കൊണ്ട്, സ്വർഗം മനുഷ്യരോട് പറഞ്ഞാൽ മനുഷ്യൻ അതിനെ ദൂരേക്കറി. അതുകൊണ്ടാണ് ഇത്ര വലിയ സ്വർഗം പറഞ്ഞിട്ടും എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ ബാക്ക് സ്ലൈഡ് ആകുന്നു? എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ പിന്മാറ്റത്തിൽ പോകുന്നു? എന്തുകൊണ്ട് ദൈവനിഷേധികൾ വർദ്ധിക്കുന്നു? ഇത്ര വലിയ സ്വർഗം, ഇത്ര വലിയ ജീവിതം, എത്ര വലിയ മഹത്വം ലോകത്തിന്റെ മുമ്പിൽ ഈ മതങ്ങൾ എല്ലാവരും കൂടെ കൊടുത്തിട്ടും എന്തുകൊണ്ട് മനുഷ്യർക്ക് ദൈവം വേണ്ടെന്ന് പറയുന്നു? മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത് അതല്ല, മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത് ഡൊമിനിയനാണ്. സ്തോത്രം. ദൈവനിഷേധികൾ എന്ന് പറയുന്നവർക്ക് നഷ്ടപ്പെട്ടത് ഈ സ്വർഗീയമായ ദൈവം നൽകിയ ഡൊമിനിയനാണ്, കിങ്ഡമാണ്. ക്രിസ്ത്യാനിക്ക് നഷ്ടപ്പെട്ടത് സ്വർഗമല്ല. ക്രിസ്ത്യാനി മരമണ്ടൻ, എല്ലാരെയും സ്വർഗത്തിൽ കൊണ്ടുവന്നിരിക്കുക. ഈ മണ്ടൻ ബിസിനസ് നടത്തുന്നതിൽ ഏറ്റവും പ്രമുഖൻ ഈ ക്രിസ്ത്യാനിയാണ്. ഈ ക്രിസ്ത്യാനിയാണ് ഈ നരകത്തെ തുടങ്ങിയത്. നിങ്ങൾക്കറിയാമോ? നരക സിദ്ധാന്തം ആരംഭിച്ചത് ക്രിസ്ത്യാനിയാണ്. ഇത് പോപ്പുലർ ആക്കിയത്. ഇത് വെറും ഗ്രീക്കുകാരുടെ ഇടയിൽ കിടന്ന അവരുടെ പ്ലേറ്റോയും സോക്രട്ടീസും ഒക്കെ ഉണ്ടാക്കിയ ഒരു നരകമുണ്ട്. 28 സ്റ്റേജുള്ള നരകം. ആ നരകത്തെ പൊക്കിയെടുത്തോണ്ട് വന്ന് ക്രിസ്ത്യാനി യഹൂദൻ ഇവിടെ കൊണ്ടുവന്നു. യഹൂദന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി നമ്മൾ ലോകത്തിന് കൊടുത്തു. നമ്മളാണ് ഈ ലൂസിഫറിന്റെ ആരാധന കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയാമോ? സാത്താന്റെ ആരാധന ലോകത്ത് കൊണ്ടുവന്ന ആരാ? ലൂസിഫർ പിശാചാണെന്ന് പഠിപ്പിച്ചവന്മാരാ. സാത്താനി ആരാധന ഉത്ഭവം ക്രിസ്ത്യാനിത്താണ്. നരകത്തിന്റെ ഉത്ഭവം ക്രിസ്ത്യാനിത്താണ്. നമ്മൾ ഇന്ന് കാണുന്ന മിക്കവാറും ഉള്ളത് എല്ലാത്തിന്റെ ഉത്ഭവം ക്രിസ്ത്യാനിത്താണ്. കാരണം ഈ റിലീജിയന് ലോകത്തിന് കൊടുക്കാനൊന്നില്ല. ഈ റിലീജിയൻ ആരെ കൊടുക്കുന്നു? ലിസൺ, ക്രിസ്ത്യൻ റിലീജിയൻ ലോകത്തിന് ക്രിസ്തുവിനെ കൊടുക്കുന്നു. ഓൾറെഡി അവരുടെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ക്രിസ്ത്യാനി ഓഫർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ ലോകത്തിൽ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യാനാണോ നമ്മുടെ ജോലി? ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് മോസ്റ്റ് കോൺട്രോവേഴ്ഷ്യൽ, ക്രിട്ടിക്കൽ ആണ്. യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരോ എവിടെയെങ്കിലും ചെന്ന് ഗിവിംഗ് ക്രൈസ്റ്റ് ടു ദ വേൾഡ്, നമ്മൾ ചിലരുടെ മിനിസ്ട്രിയുടെ പേര് തന്നെ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക. നോ, there is no such agenda in the Bible. Bible is not demanding to give Christ to the world, because ക്രൈസ്റ്റിനെ നമ്മളല്ല കൊടുക്കേണ്ടത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം കൊടുത്തതിനെ പിന്നെടുത്ത് നമ്മൾ കൊടുക്കണം. Already Father gave his only begotten Son to the world. We are not presenting Jesus to the world. We are presenting the kingdom of God to the world. Amen. We are not preaching the life of Jesus. How can it possible? The life of Jesus is the life of the king.
If the people are not in the kingdom, how can they live the life of the king? The life of Jesus Christ is the culture of heaven. Note it down. The life of Jesus Christ is the culture of heaven. യേശുക്രിസ്തുവിന്റെ ജീവിതം രാജാവിന്റെ കൾച്ചറാണ്. രാജ്യമില്ല പിന്നെ രാജാവൻ. So I want to preach the life of Jesus among the citizens, but I need to present the kingdom of God to the world. There is no religion. I want to tell you, please quit from religion, even from Christianity. Christian മതത്തിന് പുറത്തണം. You must be a non-religious person, because Jesus is not a religious person. The message of Jesus is not a religious message. The message of Jesus is a kingdom message. Jesus Christ brought a kingdom, not a religion. That means the age and the age to come. The age to come is the age of Jesus. The new creation, new world, the kingdom of God. Lan robasi katabaya. Jeevanda kalam. Hallelujah. The world is waiting for that. Even Afghan, Taliban cannot do anything. The Afghani, the people, they are not waiting for the security from US soldiers. American സൈന്യം ഇനി അവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നല്ല. You know, the innermost part of every human beings are thirsting, hungry for the loss. നഷ്ടപ്പെട്ടു പോയത്. Amen. നഷ്ടപ്പെട്ടു പോയത്. They're waiting for, they're hungry for. They don't want to do it. ആലോചിച്ചോക്കെ, ഇപ്പൊ ക്രിസ്ത്യാനിക്ക് പോലും നരകം പേടിയില്ല. കാരണം we already taught there is no hell. കഴിഞ്ഞ ദിവസം ഒരു പ്രോഫറ്റ് എൻ്റെ അടുത്ത് വന്നു. പ്രോഫറ്റ് അല്ല വന്നത്, പ്രോഫറ്റിന്റെ ഒരു ശിഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദർ, ദ ഡെവിൾ നിങ്ങളുടെ സ്പിരിറ്റിനെ, നിങ്ങളുടെ ആത്മാവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണുന്നു. ഞാൻ പറഞ്ഞു, യു ആർ റോങ്. അതെന്താ? I don't believe in devil, I don't believe in hell. പിന്നെ അങ്ങോട്ട് പോകും. ആറ് പോകാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവണം, റിലീജിയൻ, ഭയം, പേടി, ഭീഷണി, ഇമാതിരിയുള്ള ചാണക വെളിപ്പാടുകളാണ്. ചാണക വെളിപ്പാടുകൾ. Prophets are preaching, I'm seeing that you are going to hell. That is a dirty prophecy. It's not a reality. Listen, ഞാൻ വേഗം പോവാം. ഞാൻ ഇന്ന് ആ രണ്ട് കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇതിനു ശേഷം ഏജ് ടു കം നമ്മൾ പിന്നെ പഠിക്കാൻ പോകുന്നത്. ഐ തിങ്ക് ഇറ്റ് വിൽ ധാരാളമായിട്ട് നമുക്ക് പിന്നെയും പഠിക്കേണ്ടതായിട്ട് വരും. മെസ്സിയാനിക്ക് കാലഘട്ടം, അതായത് ഈ കാലഘട്ടം തീർന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്നു ചോദിച്ചു, ഇത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനത്തിന്. ലോകാവസാനം എന്ന് പറയുമ്പോൾ ഏജ് ടു കം, ഈ കാലം എപ്പോൾ അവസാനിക്കും? അതിന്റെ ഉപമ യേശു പറഞ്ഞു. ഞാനത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപമകൾക്കകത്തത് യേശു വ്യക്തമായിട്ടത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏജ് ടു കം എന്ന് പറയുന്നത് വരുവാനുള്ള കാലമാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഈ വരുവാനുള്ള കാലഘട്ടത്തെ കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട്. യേശുക്രിസ്തു അത് പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിൽ നമുക്ക് ഈ വരുവാനുള്ള കാലഘട്ടത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അപ്പോസ്തലനായ പൗലോസിന്റെ എഴുത്തുകൾ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ കല്ലിൽ കൊത്തിയ അക്ഷരത്തര പ്രമാണം, ആ വാക്യങ്ങള് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇவ்விதം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഞങ്ങളിൽ നിന്നു തന്നെ വരുമ്പോഴോ സ്വന്തമായി വല്ലതും സങ്കൽപ്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ, ശ്രദ്ധിക്കണം, അവൻ ഞങ്ങളെ
പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകാൻ പ്രാപ്തരാക്കി. ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കുക, ഈ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കിങ്ഡം. ദൈവരാജ്യവുമായിട്ട് ബേസ് ചെയ്യുന്നൊരു വേർഡായത്. ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകരാകാൻ പ്രാപ്തി. ഈ പുതുനിയമം, ന്യൂ ഏജ്, ന്യൂ കവനന്റ്, അല്ലെങ്കിൽ ദ ടൈം ഓഫ് ക്രിസ്ത്യൻ ഏജ്. സോ വി ആർ ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ന്യൂ കവനന്റ്. എന്നിട്ട് പറയുന്നുണ്ട്, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ അക്ഷരം ഇപ്പുറത്ത്, ആത്മാവ് അപ്പുറത്ത്. ഈ കാലം, അക്ഷരത്തിന്റെ കാലം, വരുവാനുള്ള കാലം, ആത്മാവിന്റെ കാലം. ഓ മൈ ഗുഡ്നസ്, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? വരുവാനുള്ള ഈ കാലം അക്ഷരത്തിന്റെ കാലം, വരുവാനുള്ള കാലം ആത്മാവിന്റെ കാലം. എബ്രായ ലേഖനത്തിലേക്ക് നോക്കി, അതിലെ 6-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും, ഇത് വലിയൊരു വാക്ക, വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. ഓ, അപ്പൊ വരുവാനുള്ള ലോകത്തിന്റെ ശക്തി അടിവരയിടണം. അതായത് ഇത് എഴുതുന്ന സമയത്ത്, എബ്രായ ലേഖനം 6-ാം അധ്യായം എഴുതുമ്പോ, ദൈവജനം, യഹൂദന്മാര് ക്രിസ്തുവിനെ വിട്ടിട്ട് യഹൂദ മതത്തിലേക്ക് പീഡനങ്ങൾ കാരണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പോകുന്നവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ അടിത്തറ ഇട്ടതാണ്, പ്രകാശനം ലഭിച്ചവരാണ് നിങ്ങൾ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചവരാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. ഇതൊക്കെ നമ്മൾ ഇപ്പൊ വിശ്വാസികളുടെ പുറത്തോട്ട് ഇടാന്ന്. ഇപ്പൊ നമ്മൾ ഈ വാക്യങ്ങൾ വെച്ചിട്ടാണ് പിന്മാറ്റത്തിൽ പോയി തിരിച്ചു വരാൻ പറ്റില്ല, രക്ഷ നഷ്ടപ്പെടും, ഇങ്ങനെ എന്തെല്ലാം വാക്യങ്ങളാണെന്നറിയോ? കൃത്യമായിട്ട് ഇത് പഠിക്കും. ഇതിനകത്ത് ദൈവത്തിന്റെ സ്വർഗീയ ദാനം ആസ്വദിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ദൈവത്തിന്റെ നല്ല വചനവും, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി, വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചെന്ന്. ആസ്വദിക്കുന്ന, ടേസ്റ്റ് ചെയ്തെന്നാണ്. ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തുവാ? തൃപ്തിയായിട്ടില്ല. നമ്മൾ പറയത്തില്ല, ചില കാര്യങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ടേസ്റ്റ് ചെയ്തു, അത് ഫുള്ളായിട്ട് നിറഞ്ഞില്ല. അപ്പൊ വരുവാനുള്ള ദൈവത്തിന്റെ ശക്തി ടേസ്റ്റ് ചെയ്തവരാണ് ഇവർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വരുവാനുള്ള. അതുകൊണ്ടാണ് പത്രോസ് ലേഖനത്തിൽ എഴുതിയപ്പോൾ ഇങ്ങനെ, ഞങ്ങൾ കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ ശക്തിയും. ഓ മൈ ഗോഡ്, the parousia of the Son of God and his dunamis. Listen to me, the age of Jesus Christ, the age of the kingdom of God is the time of dunamis. Oh my goodness, ശക്തിയുടെ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയാകുന്നു. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങളിലൂടെ ഈ ഡുനാമിസ് പുറത്തു വരും. It will come out. We are living in the time of power. We are Amen. in the power of dominion. We are living in the power of rulership. We are living in the time of signs and wonders and miracles and supernatural authority. Unfortunately, we were somewhere in the world under the grip of the false religion. And this is the right time to come out as a son of God. Hallelujah. ഞാൻ അത്ഭുതപ്പെട്ടു. ആ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെ നിങ്ങൾക്ക് അറിയാമോ? 1-ാം നൂറ്റാണ്ടിന്റെ ജീവിതം അങ്ങോട്ട് പഠിച്ചു നോക്ക്. അപ്പോസ്തലന്മാരുടെ റൂമാൽ എടുത്തുകൊണ്ടിട്ട രോഗി സൗഖ്യമാകുന്നു, നിഴല് തട്ടിയാൽ രോഗി സൗഖ്യമാകുന്നു, നോക്കുമ്പോൾ ജനങ്ങൾ സൗഖ്യമാകുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങുന്നു. സഭ പ്രാർത്ഥിക്കുമ്പോൾ അക്ഷരികമായി റോമൻ തടവറയുടെ പൂട്ട് പൊളിയുന്നു. 2 അപ്പോസ്തലന്മാരിരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കാരാഗൃഹത്തിന്റെ അടിത്തറ ഇളകുന്നു. എന്തെല്ലാം സൂപ്പർ നാച്ചുറൽ ഈവൻസിന്റെ സാക്ഷികളാ ആ തലമുറ. പോൾ എഴുതി വെച്ചേക്കുക, അത് വെറും വരുവാനുള്ള ശക്തിയുടെ ഫോർടേസ്റ്റിംഗ് ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കല്ലറ ഇളകിയത്, അവിടെ തടവറ ഇളകിയത്, പൂട്ട് പൊളിഞ്ഞത്, ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടത്, ഇരുന്ന സ്ഥലം കുലുങ്ങിയത്, നിഴല് തട്ടി രോഗി സൗഖ്യമായത്, വസ്ത്രം എടുത്തുകൊണ്ടുപോയി രോഗിയുടെ മേലിട്ടപ്പോൾ രോഗികൾ വിടുവിക്കപ്പെട്ടത്, മരിച്ചവർ എഴുന്നേറ്റ്, ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇതൊക്കെ only a taste, foretaste
foretaste to the age to come. I was wondered. ഞാൻ പറഞ്ഞല്ലോ, ഇത് വായിച്ചപ്പോ ഞാൻ വണ്ടറായി പോയി, ഞാൻ കരഞ്ഞുപോയി. കർത്താവേ, ഞങ്ങൾ അനുഭവിക്കേണ്ട മഹാവെളിപ്പാടിന്റെ ഒരു ടേസ്റ്റ് മാത്രമാണ് ആ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ചുകൊണ്ടത്. കാരണം അവർ ട്രാൻസിഷൻ ടൈമിലാണ്, അവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കുന്ന കാലത്തിലാണ്. ന്യായപ്രമാണം ഒഴിഞ്ഞു പോകുന്ന കാലഘട്ടം, നീങ്ങിപ്പോകുന്ന കാലഘട്ടം. അത് പോയിട്ടില്ല, അതവിടെ നിലനിൽക്കുകയാണ്. മുൻകൂടാരം അവിടെ നിൽക്കുന്നു. അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പോലും സൂചിപ്പിക്കുന്ന നിലയിൽ അന്ന് വരെ ജനം ആ വഴിയിൽ പോകാതിരിക്കുക. I want to tell you, brothers and sisters, we are very serious. നമ്മളായിരിക്കുന്ന കാലഘട്ടം, the days of power, the kingdom of God. നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ്സിന് ശേഷം നിശ്ചയമായിട്ടും already you are the sons of God, you have the revelations, you received a lot, you are going to function as a king, as a ruler, as a dominant. You are not a prey, you are not a victim, you are a victor. Age to come. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ ഈ പദങ്ങൾ മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുക. പൗലോസ് പറയുന്ന ഒരു വാക്ക്, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ യേശു നമ്മളെ വിടുവിച്ചത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ, അടിവാരയുടെ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച്. ആ കാലഘട്ടത്തിന്റെ പേരെന്താ? ദുഷ്ടലോകം. ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നമ്മെ വിടുവിച്ച്. പോൾ പറയാ, ഇപ്പൊ ഈ കാലഘട്ടം ദുഷ്ടലോകമാണ്, വിക്കഡ് ആണ്. അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചപ്പോൾ എഴുതിയിട്ട് പറഞ്ഞ വാചകമുണ്ട്, വക്രതയും കോട്ടവും ഉള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവീൻ. കാലഘട്ടത്തെ കുറിച്ച് പറയുക. ആ കാലം, the age of Moses and Elijah, Moses and prophets. ആ ഏജ് അവസാനിക്കാൻ പോകുന്നു. ഇനി കേൾക്കുക, ഈ ആളുകൾ പറയുന്നത് ഇതെല്ലാം ക്രിസ്തീയ സഭയുടെ കാലം, സഭായുഗം അവസാനിക്കുന്ന. സഭായുഗം, അങ്ങനെ ഒരു യുഗമൊന്നും ബൈബിളിലില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഉണ്ടാക്കിയ യുഗമാണ്, നമ്മുടെ സ്വന്തം യുഗമാണ്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന യുഗം അല്ല. പണ്ടായിട്ട് പറഞ്ഞ പോലെ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ. 1 യോഹന്നാന്റെ ലേഖനം നോക്കി, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പഠിക്കുക. നമ്മൾ ശാന്തമായിട്ട് പഠിക്കുക. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. കേൾക്ക്, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് എഴുതിയത് എത്ര വർഷം എന്നറിയാമോ? 2000 years ago. 2020 നൂറ്റാണ്ടുകൾക്കും എഴുതുക, ജോൺ എഴുതുക. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യകാലം എന്നല്ല പറഞ്ഞ, അവസാനത്തെ മണിക്കൂറെന്ന്. യോഹന്നാൻ ഇത് എഴുതുമ്പോ ആ കാലം നീങ്ങിപ്പോകാനുള്ള ഘടികാരത്തിന്റെ സമാപന മണിക്കൂറിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് ഇത് അന്ത്യനാഴികയാകുന്നു. എന്നിട്ട് പറയുന്നു, അന്തിക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അടിവരയിടണം. അന്ന് അപ്പോസ്തലൻ എഴുതിയ കാലത്ത് പറഞ്ഞു ഇത് അന്ത്യനാഴികയാണ്, എതിർ ക്രിസ്തു വരുന്നു എന്ന് അറിയുന്നില്ലയോ? എന്നിട്ട് പറയുന്നു, ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയാൽ അന്ത്യനാഴികയാകുന്നു. ഉറപ്പിക്കുക. അതായത് അന്ത്യനാഴികയിൽ എതിർ ക്രിസ്തു വരൂ എന്ന് പറയുന്നു. എതിർ ക്രിസ്തു എഴുന്നേറ്റതിനാൽ അന്ത്യനാഴികയാണ്. അപ്പം ആ കാലമാണ് അവസാനത്തെ മണിക്കൂർ. എന്തിന്റെ അവസാനത്തെ മണിക്കൂറാ? എന്തിന്റെ അവസാനത്തെ മണിക്കൂറായത്? ഇത് ഭൂലോകം അവസാനിക്കാൻ പോകുന്നു. ഈ വേർഡ് വെച്ചിട്ടല്ലേ ഇന്ന് നമ്മുടെ ക്രിസ്തീയ പ്രാസംഗികര് എതിർ ക്രിസ്തു വരാൻ പോകുന്ന അന്ത്യനാളാന്ന് പറയുന്നത്? എന്ത് യുക്തിയാണ് ഇതിനകത്തുള്ളത്? ഇത് എഴുതുമ്പോൾ 2000 years മുമ്പ് ഇത് എഴുതുമ്പോ ഇത് പ്രൊഫസിയാണോ എഴുതിയേക്കുന്നത്, അതോ മുന്നറിയിപ്പാണോ? ഇത് പ്രവചനമല്ല. ഇത്
യോഹന്നാൻ തന്റെ സഭയ്ക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പിന്റെ ലെറ്ററാണ്. സഭ കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാവുന്നു അന്ന്. അപ്പൊ അത് ലാസ്റ്റ് ടൈം ആയിരുന്നു എന്ന് യോഹന്നാൻ പറഞ്ഞു. ഈ കാലഘട്ടമല്ല. അപ്പൊ യോഹന്നാന്റെ ടൈം, അപ്പം യോഹന്നാന്റെ ടൈം യേശു ക്രിസ്തുവിന്റെ ഏജ് ആണ്. യേശുവിന്റെ കാലം തീരാൻ പോകുന്നു. ക്രിസ്തീയ യുഗം അവിടെ അവസാനിക്കാൻ പോകണോ? യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഏകദേശം 30 വർഷം കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെ 40 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ. 30 വർഷം. ഈ 30 വർഷം കൊണ്ട് അന്ത്യകാലമായോ? അപ്പൊ എന്തിന്റെ അന്ത്യകാലമാ? ഇറ്റ് ഈസ് നോട്ട് ദ ടൈം ഓഫ് ക്രിസ്ത്യൻ ഏജ്, ഇറ്റ്സ് ദ ടൈം ഓഫ് ജൂയിഷ് ഏജ്. ഓക്കെ. അതുപോലെ തന്നെ ഈ മത്തായിയുടെ സുവിശേഷം 24:3 നമുക്കറിയാം. 11-ാം വാക്യവും 11 മുതൽ താഴോട്ട് 12 അന്ത്യനാഴിക വരുന്നു, അവസാന നാളുകൾ എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. അവിടെ എല്ലാം അത് ഉപയോഗിക്കുന്നുണ്ട്. ലൂക്കോസിന് സുവിശേഷം 21:8 എൻഡ് ഓഫ് ദ ഏജ്, എൻഡ് ഓഫ് ദ ഏജ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ആ കാലം തീരുക. ഞാൻ എന്തിനത് പറയുന്നത് ചോദിച്ചാൽ, ഞാൻ പറയുന്നത് വരുവാനുള്ള കാലത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നോക്കിയ എബ്രായർ 1:1. എബ്രായ 1:1 മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അന്ത്യകാലം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത്, അന്ത്യകാലം എന്നുള്ളത് അവിടെ എൻഡ് ഓഫ് ദ ഏജ് എന്നല്ല, ലാസ്റ്റ് ഡേയ്സ് എന്നാണ്. ലാസ്റ്റ് ഡേയ്സ്, ലാസ്റ്റ് ടൈം, അവസാനത്തെ സമയം, ലാസ്റ്റ് ടൈം, അല്ലെങ്കിൽ ദിസ് ലാസ്റ്റ് ഡേയ്സ് എന്ന് പറയും. 1 കൊരിന്ത്യർ ലേഖനം 10:11 പറഞ്ഞു, ലോകാവസാനം വന്ന് എൻഡ് ഓഫ് ദ ഏജ് വന്നെത്തിയിരിക്കുന്ന നമുക്കിത് ബുദ്ധി ഉപദേശത്തിനായി എഴുതുന്നു. കൊരിന്ത്യർക്ക് എഴുതുക. നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വരുന്നത് ഒരു യുഗം തീർന്നിട്ടാണ് ദൈവരാജ്യത്തിന്റെ മഹത്വം തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനിത് ബേസിക് നിങ്ങളോട് പറയുന്നത്, ആ കാലം കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുന്ന 1 കൊരിന്ത്യർ 10:11 പറഞ്ഞു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന, കാലാവസാനം, എൻഡ് ഓഫ് ദ ഏജ് വന്നെത്തിയിരിക്കുന്ന നമുക്കിത് ബുദ്ധി ഉപദേശത്തിനായി എഴുതുന്നു. ആ സമയത്ത് അത് സംഭവിച്ചു എന്ന് നമ്മൾ വ്യക്തമാക്കും. അതുപോലെ തന്നെ 1 പത്രോസിന്റെ ലേഖനം 1:20 നോക്കിക്കേ. 1 പത്രോസ് 1:20. ഹല്ലേലൂയ. അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. അടിവരയിടണം. യേശുക്രിസ്തു വെളിപ്പെട്ട കാലം അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. എന്റെ സഹോദരന്മാരെ, അന്ത്യകാലത്താണ് യേശു വെളിപ്പെട്ടത്. ഗലാത്യർ 4:4 പറഞ്ഞു, കാല സമ്പൂർണത വന്നപ്പോ, കാലം അതിന്റെ പൂർണ്ണതയിൽ വന്നപ്പോ ദൈവം തന്റെ പുത്രനെ അയച്ചു. I was so amazed. Hallelujah. ഈ കാലം കൊണ്ട് തീർന്നു, പുത്രനെ അയച്ചു. കാലം അവസാനിച്ചപ്പോൾ പുത്രൻ വന്നു. എബ്രായർ 1:1. കാലം അവസാനിച്ചപ്പോൾ പുത്രനെ വെളിപ്പെടുത്തി. 1 പത്രോസ് 1:20. അന്ത്യകാലത്ത് വെളിപ്പെട്ടവൻ, അന്ത്യകാലത്ത് വെളിപ്പെട്ടവൻ. രണ്ട് പത്രോസ് 3:3 നോക്കി. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം ഇവിടെ പിതാക്കന്മാർ പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് എഴുന്നേക്കും. ലാസ്റ്റ് ടൈം. You know why I'm spending this time, you have to understand one thing. We are not going after denominationalism. Denominationalism പൊളിയും. അത് ഈ വാക്യങ്ങൾ കൊണ്ട് പൊളിഞ്ഞു. 2 കാലമേ ഉള്ളൂ യേശു പറഞ്ഞു, അപ്പോസ്തലന്മാർ പറഞ്ഞു, വേദപുസ്തകത്തിൽ ധാരാളം എഴുതിയിരിക്കുന്നു. അന്ത്യകാലം, അന്ത്യകാലം, അന്ത്യകാലം എന്ന് പറയുന്നത് എന്തിന്റെ അന്ത്യമാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ അന്ത്യകാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഗുഡ് ന്യൂസ് ആണ്. എന്തിന്റെ ഗുഡ് ന്യൂസ്?
ആ കാലത്തിന് ശേഷമാണ് ദൈവരാജ്യം. ആ കാലത്തിന് ശേഷമാണ് നിത്യജീവന്റെ വ്യാപാരം. ആ കാലഘട്ടത്തിന് ശേഷമാണ് ദൈവശക്തിയുടെ പ്രദർശനം. ആ കാലത്തിന് ശേഷമാണ് ക്രിസ്തുവിന്റെ വാഴ്ച. ആ കാലത്തിന് ശേഷമാണ് ക്രിസ്തു റൂൾ ചെയ്യാൻ പോകുന്നത്. ക്രിസ്തു ഇന്ന് റൂൾ ചെയ്യുന്നു പ്രിയരെ. ക്രിസ്തു ഇന്നും വാഴുന്നു. ഇതെന്നാ നമ്മുടെ കോൺഷ്യസ് സബ് കോൺഷ്യസിൽ മനസ്സിലാകുന്നത്? എന്നാ നമ്മുടെ ഹൃദയങ്ങൾക്ക് അത് ബോധം വരുന്നത്? ക്രിസ്തു വാഴുന്നു. നിങ്ങള് ഈ വാക്കുകളെല്ലാം എബ്രായ ലേഖനം 1:1, യാക്കോബിന്റെ ലേഖനം 5:3, 1 പത്രോസ് 1:20, യൂദയുടെ ലേഖനം 18-ാമത്തെ വാക്യം എഴുതി വെക്കുന്നുണ്ട്. യൂദയുടെ ലേഖനം 18-ാം വാക്യം, 2 പത്രോസ് 3:3, 1 യോഹന്നാൻ 2-ാം അധ്യായം. ഇവിടെ എല്ലാം talking about, it's not talking about the end of Christian age, it's talking about the end of the current age. അവരുടെ കാലഘട്ടത്തിലുള്ള ജൂയിഷ് ഏജിനെ കുറിച്ചാണ് പറയുന്നത്. സോ അത് തീരാൻ പോകുന്നു. പത്രോസും യൂദായും പീറ്ററും പോളും എല്ലാരും പ്രസംഗിക്കുക. കാലത്ത് എന്ന് പറഞ്ഞാൽ ഇവര് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ടൈം തീരാൻ പോകുന്നു, പുതിയ കാലം വരാൻ പോകുന്നു, നവപുലരിയിലേക്ക് വരുന്നു, നല്ലൊരു പ്രഭാതം വരാൻ പോകുന്നു, ക്രിസ്തു രാജ്യത്വം എടുക്കാൻ പോകുന്നു, രാജാവായി വാഴുവാൻ, അവന്റെ രാജ്യത്വത്തിന്റെ മഹിമ വെളിപ്പെടാൻ പോകുന്നു, അവന്റെ പുത്രന്മാർ അധികാരത്തോടെ രാജ്യത്തിന്റെ മഹിമയെ വെളിപ്പെടുത്താൻ പോകുന്നു. കൃത്യമായ നിലയിൽ ഈ വെളിപ്പാടുകൾ കൈമാറുകയാണ്. ഇത്രയും ഞാൻ പറഞ്ഞത്. There are only 2 ages. The first thing, age 1, this age and age to come. Age to come means the time of the kingdom of God. That means now we are on that age. അതായത് അപ്പോസ്തലന്മാർ, പത്രോസ്, യൂദ, പൗലോസ്, യേശു, യോഹന്നാൻ, ഇവരെല്ലാവരും പ്രെഡിക്റ്റ് ചെയ്ത, ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്ന, ഇവര് പറഞ്ഞുകൊണ്ടിരുന്ന ആ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, അപ്പോസ്തലന്മാരിൽ യോഹന്നാനും മാത്രമാണ് ഈ കാലത്തിലോട്ട് കടക്കാൻ പറ്റിയത്. അപ്പോസ്തലന്മാർക്ക് പോലും കടക്കാൻ പറ്റിയില്ല. അപ്പോസ്തലന്മാർക്ക് പോലും ഈ ഏജിലേക്ക് വരാൻ പറ്റിയില്ല. കാരണം ആ ഏജ് ഉണ്ടാകുന്നതിന് മുമ്പ്, ആ കാലം വരുന്നതിന് മുമ്പേ അവർക്ക് മിഷൻ പൂർത്തീകരിച്ചിട്ട് ഭവനത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഹൈക്കമാൻഡ് അവരെ തിരിച്ചു വിളിച്ചു. We are living a very 2000 yearsന് ശേഷമായി ഇത് ഞാൻ പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എക്സലന്റ് ആയിട്ടുള്ള, എക്സ്യൂബറന്റ് ആയിട്ടുള്ള, എസ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഗ്ലോറിയസ് കാലഘട്ടത്തിലാണ്. We have nothing to debate. We have nothing to fight with the people. We have nothing to be proved before the right religious one. We people, the people of the kingdom of God, we need to show, we need to manifest the true power of the Lord Jesus Christ. Be a non-religious person. Be free from the religion, because there is no religious message in the kingdom of God. The greatest enemy of the kingdom is a religion. Why Christianity is not propagating the true message? Because Christianity is under the grip of a religion. മതമാണ് ദൈവരാജ്യത്തിന്റെ ശത്രു. I want to tell you, Jesus never asked us to convert the people to our religion. മതത്തിലാണ് മതപരിവർത്തനം. In the kingdom of God there is no മതപരിവർത്തനം. ഒരു ദേശത്ത് ചെന്ന് നീ വെളിച്ചമായി മാറിയാൽ, അവിടുത്തെ ഹിന്ദുവും മുസൽമാനും ബുദ്ധിസ്റ്റും ജൈനമതക്കാരനും എത്തിസ്റ്റും നിന്റെ വെളിച്ചത്തിൽ ജീവിക്കും. You don't want to convert them to this. അവനെ ആ മതത്തിൽ നീ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിലീജിയസ് കൺവേർഷൻ. റിലീജിയസ് കൺവേർഷൻ is not biblical. None of the Jews were converted to Christianity. Christianityയിലേക്ക് ആരും കൺവേർട്ടഡ് അല്ല. Apostles preached the kingdom of God. They were inviting the Jews to the kingdom. അതുകൊണ്ടാണ് തന്റെ ലേഖനത്തിൽ വെച്ചു, ഇരുളിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. Now there is no Christian religion is fake.
Hallelujah. Hallelujah. Yes. Christian religion is a fake religion. It's a fake one. Don't convert anybody to Christianity. Please. Please. Because in the religion there is no love. There is no support. Selfishness. നമ്മുടെ മതങ്ങൾക്കകത്ത് നോക്ക്. എന്നോട് പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം. ക്രിസ്ത്യാനിത്വം, കേരളത്തിലെ ക്രിസ്ത്യാനിത്വത്തിനിടെ ഏറ്റവും വലിയ നീചമായത് മതസ്പർദ്ധയാണ്, ജാതി വെറിയാണ്. ഒരു ദളിതനായ മനുഷ്യൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ഈ മാർഗം സ്വീകരിച്ചാൽ അവനെ ദളിത് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്ന വൃത്തികെട്ടവന്മാരാണ് ക്രിസ്ത്യാനികൾ. So I want to tell you, no Dalit should come to the Christianity. Stay there. Let the kingdom of God come to you. എന്തിനാ അവനെ ഇവിടെ വിളിച്ചോണ്ട് ഇവനെ ദളിത് ക്രിസ്ത്യാനി എന്ന് വിളിച്ച് അവമാനിക്കുന്നത്? അവൻ ഓൾറെഡി അവന്റെ മതത്തിനകത്ത് ഡിപ്രസ്ഡ് ആണ്. അവന്റെ മതത്തിനകത്ത് അവൻ ഒതുക്കപ്പെട്ടവനാണ്. അവന്റെ മതത്തിനകത്ത് അവൻ ഡിസ്ക്രിമിനേറ്റഡ് ആണ്. Why should I call that man the poor man to this? ഈ മതത്തിലോട്ട് കൊണ്ടുവന്ന് ഇവിടുത്തെ വർണ്ണ വിവേചനം കാണിക്കണം. Religion is fake. ക്ഷമിക്കണം, ഞാൻ ഇച്ചിരി രോഷമായി പോയി. This is a religion, but Christianity, ജീസസിന്റെ മാർഗം അതല്ല. ജീസസിന്റെ മാർഗം അതല്ല. ജീസസിന്റെ മാർഗത്തിൽ മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, വർഗമില്ല, ഇതൊന്നുമില്ല. യേശുവിന്റെ മാർഗത്തിനകത്ത് ഒരുവന്റെ മുഖത്ത് വ്യാപരിക്കുന്നത് ദൈവതേജസ്സാണ്, പിതാവിന്റെ. ഏത് മനുഷ്യനെ നോക്ക്, അവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനായി നോക്ക്, അവന്റെ മുഖത്ത് നമ്മുടെ പിതാവിന്റെ ഛായയും സ്വരൂപവും. He's carrying the image of my daddy. Why should എന്റെ പിതാവിന്റെ ഇമേജ് ആണ് അവന്റെ മുഖത്തിരിക്കുന്നെന്ന് എനിക്ക് ബോധം വന്നാൽ എങ്ങനെ ഒരുപാട് വേദനിക്കാൻ പറഞ്ഞു? എങ്ങനെ എനിക്ക് ആളെ തള്ളി പറയാൻ പറ്റും? നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഈ കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാണുന്ന സഹോദരനെ സ്നേഹിക്കാനാ പാട്. റിലീജിയനാ ഇത്, മതാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ചർച്ച് നോക്ക്. യുവർ ചർച്ച് ഇസ് എ റിലീജിയസ് ഗ്രൂപ്പ്. ഇറ്റ്സ് നോട്ട് എ കിങ്ഡം ഗ്രൂപ്പ്. യുവർ ചർച്ച് കണ്ടമിങ് അതേഴ്സ്, ഡിസ്ക്രിമിനേഷൻസ്. ഇന്നത്തെ സഭകൾക്ക് എന്തെങ്കിലും മനുഷ്യന് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടോ? There is no humanity there. Always focusing go to heaven. Heaven is a rubbish reality. I'm telling you the truth. Kingdom of God has to come. You are the representatives. I want to tell you, you are the representative. Be bold in the presence of God and fight against this religious rubbish. Kingdom of God. Hallelujah. I want to finish now. Jesus never, യേശു ഒരിക്കലും തന്റെ ശിഷ്യന്മാരോട്, ലിസൺ, ഒരിക്കലും നിങ്ങൾ പോയി എന്നെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞിട്ടില്ല. ജീസസ് പറഞ്ഞു, I am the door. Listen, Jesus പറഞ്ഞു, I am the door. We people are going to the people and say, Jesus is the door. He is a decorated door. He's an engraved door. He's a golden door. Wow, super door. Wow, powerful door. Sir, എന്താ ഈ ഡോർ എന്ന് പറഞ്ഞാൽ? ഈ ഡോർ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ഡയമെൻഷനിലേക്കുള്ള പ്രവേശനാണ്. ജീസസ് പറഞ്ഞ I am the door means you go and preach about door എന്നല്ല. Ask the people to get into the door. ആ ഡോറിലൂടെ അകത്തേക്ക് കിടക്കുന്ന. സോ ഡോർ അല്ല വലുത്, ഡോറ് ഒരു വലിയ ഇടത്തേക്കുള്ള പ്രവേശന കവാടമാണ്. ജീസസ് പറഞ്ഞു, ഞാൻ പ്രവേശന കവാടമാണ്. You know what we are preaching? We are preaching about the door. ജീസസ് പറഞ്ഞു, I am the way. നമ്മൾ പോയി, oh Jesus is the way, Jesus is the only way. To where? To where? What is the destination? എന്താണ്, എവിടേക്കാ പോകേണ്ടത്? അത് പറ. വഴിയാണ്, ഡോറാണ്, വഴിയാണ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എങ്ങോട്ടുള്ള വഴി? എന്തിന്റെ വാതിൽ? ഞാനാകുന്നു ജീവൻ. എന്ത് ജീവൻ? ചോദിക്ക്. ആ ചോദ്യം, 3 ചോദ്യം. എന്ത് വഴി,
എന്ത് വാതിൽ, എന്ത് ജീവൻ? The way to the daddy God, way to the most holy. അതിന്റെ അർത്ഥം അതാ. The door to the kingdom, the life, the higher kind of life. Jesus never asked you go and preach about me. We people, we are preaching about the person, and Jesus asked his disciples, go and preach the kingdom. We are not inviting people to Jesus, we are inviting people to the kingdom. Amen. ജനത്തെ യേശുവിലേക്ക് നടത്തണ്ട, യേശു എല്ലാവരുടെയും അടുത്തുണ്ട്. ജനത്തെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് നടത്ത്. അതിന് ദൈവരാജ്യത്തിന്റെ ഒരു മിനിച്ചറായി നമ്മുടെ സമൂഹത്തെ മാറ്റ്. Let's be the sample of the kingdom of God. So you have a lot to learn, a lot to learn. ഒരുപാട് കാര്യങ്ങൾ നമുക്കിനിയും പഠിക്കാനുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, that's why Jesus never speak about born again. Born again, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. What is born again? Kingdom of God, what is the method? Actually, born again is the second Exodus. I will teach you later. Second Exodus. The first Exodus, ഈജിപ്തിൽ നിന്ന് ജനം ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ they inherit the land. They're coming through the water. They're born again to the Canaan. And Jesus said, I brought another land. That is an invisible land. That's the kingdom of God. So if you want to enter into the kingdom of born again, water and the spirit, I will teach you later. So ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, we are preaching kingdom, so the people will ask you, how can it possible? Then we'll present that the born again, how can be born again? So we should learn, we should teach them that you are included in Christ. When he died, you died. When he resurrected, you resurrected. When Jesus Christ was born again, you are born again. Now you are the kingdom of God, you are the sons of God. So we are നമ്മുടെ ജനത്തെ ബോധമുള്ളവരാക്കി മാറ്റുക, ജനങ്ങളെ അവബോധമുള്ളവരാക്കി മാറ്റുക, അവയർനെസ്സിലേക്ക്. Awakening. All of our messages are awakening. It's nothing to give new. ഒന്നും പുതുതായിട്ട് കൊടുക്കാനില്ല. Awakening. So dear brothers and sisters, you have to know, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വരുവാനുള്ള കാലം ഇത് കഴിഞ്ഞ കാലമാണ്. അതായത് യേശു കർത്താവ് പറഞ്ഞ ആ കാലഘട്ടം എന്ന് പറയുന്നത് മോശയുടെയും ന്യായപ്രമാണത്തിന്റെയും കാലം. ഇപ്പോൾ ഉള്ളത് യേശു ക്രിസ്തുവിന്റെ കാലം, പുതിയ കാലം, ദൈവരാജ്യത്തിന്റെ കാലം, പുതിയ സൃഷ്ടിയുടെ കാലം. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിന് അവസാനമില്ല. നോ മോർ എൻഡ്. ഇത് അവസാനിക്കത്തില്ല. ഭൂമി ഉള്ളിടത്തോളം ഈ കാലം ഉണ്ടായിരിക്കും. Hallelujah. I do not know what is the future plan of God. Nobody knows it. But we believe that until the earth, the kingdom of God will be here. So it will be expanded. We'll teach you later. It will expand to the universe. The universe will expand out. The kingdom of God will dominate this universe. The saints will occupy the universal reality. So we are on the way. അതിലേക്ക് നമ്മൾ യാത്രയാവുന്നു. We are not temporary people. We are the heavenly people. We are moving from one place to another place. സത്യത്തിൽ നമ്മൾ എറ്റേണിറ്റിയിൽ നിന്ന് വന്നവരാണ്. ടൈം ആൻഡ് സ്പേസിൽ കുറച്ചു കാലം ജീവിക്കുന്നു. കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ച് ഒരു എക്സ്പാൻഷനിൽ നമ്മൾ ഇത് മനസ്സിലാക്കുന്നു. ഫാദറിനെ മനസ്സിലാക്കുന്നു. Again we are going back to our homeland with the daddy God, and the daddy is the king of this entire universe. So let us be a ruler in this year. എല്ലാവരെയും ദൈവം അതിനെ പ്രാപ്തരാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ഈ കാലം, അപ്പോസ്തലന്മാർ പ്രവചിച്ച കാലം, യേശു പറഞ്ഞ കാലം, അവരുടെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയ കാലം, യേശുവിന്റെ കാലത്തിന് ശേഷമുള്ള ആദ്യത്തെ സഭ പ്രതീക്ഷിച്ച കാലം, ആ വലിയ കാലത്തെ
ദൈവമഹത്വത്തെ അനുഭവിപ്പാൻ നിങ്ങളെ എല്ലാവരെയും ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ആദ്യ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ള ദിവസങ്ങൾ വലിയ നന്മയുടെയും വലിയ രഹസ്യങ്ങളുടെയും ദൈവമഹിമയുടെ മഹത്വം ഇറങ്ങുന്ന ഒരു ദിവസമായിരിക്കും. ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചൊരു വാക്യമുണ്ട്, ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകത്വം. പൗലോസ് പറഞ്ഞൊരു വലിയ വാക്കാൽ പറയാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ദൈവമേ, അങ്ങയുടെ മർമ്മങ്ങളുടെ ആ ഗ്രഹവിചാരകത്വം, ദ സ്റ്റുവേർഡ് ഓഫ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്, അങ്ങയുടെ മഹത്വത്തെ അങ്ങയുടെ മക്കൾക്ക് കൊടുക്കാൻ, അവർക്ക് വിഭാഗിച്ചു കൊടുക്കാനുള്ള ഒരു ദാസത്വത്തിലേക്ക് നടത്തണമേ എന്ന് ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ഈ യാത്രയിൽ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.